ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇപ്പോൾ ചൂട് തുടങ്ങിയ ഈ സാഹചര്യത്തിൽ കുട്ടികൾക്കൊക്കെ വളരെ ദാഹവും വിശപ്പൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്ക്. ഇത് ദാഹത്തിനും വിശപ്പിനും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ആപ്പിളും 3 പൂവൻപഴവുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ഉപയോഗിക്കാം കേട്ടോ. ചിങ്ങപ്പഴമോ ചെറുപഴമോ അല്ലെങ്കിൽ ഏത്തപ്പഴവും നല്ലതാണ്. ഏത്തപ്പഴമാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഈ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം. ജ്യൂസ് ആകുമ്പോൾ തൊലി നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളയണം. 2 പേർക്കുള്ള ജ്യൂസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ആപ്പിളും 3 പൂവൻപഴവുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആപ്പിൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഈ ആപ്പിൾ ഇടുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ ഒരു 5-6 ഡ്രോപ്സ് ഇതിലേക്ക് ഇടണം. ഒരു ചെറിയ കഷ്ണം നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മതിയാകും. അപ്പോൾ ഈ ആപ്പിളിൻ്റെ കറയൊന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ജ്യൂസിന് നല്ലൊരു ടേസ്റ്റുമായിരിക്കും ചെറുനാരങ്ങ നീര് ചേർത്താൽ. കൂടുതൽ ചേർക്കരുത്, വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആ പൂവൻപഴം ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്തു. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനുള്ള പഞ്ചസാര ചേർക്കുക. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ടേസ്റ്റിനുള്ള ഉപ്പാണ് കേട്ടോ. ജ്യൂസിനൊക്കെ ഒരല്പം ഉപ്പ് ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഞാനിത് ഇപ്പോൾ ഒരു 2 പിഞ്ച് ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുത്തത്. ഏകദേശം ക്രഷായിട്ടുണ്ട് ഇത്. ഇതിലേക്ക് ഇനി ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രിഡ്ജിലിരുന്ന പാലാണ് കേട്ടോ, അതായത് തണുത്ത പാൽ. അതിൽ കുറച്ച് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. കൂടുതൽ പാലൊഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ കഷ്ണങ്ങളായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ അത് നന്നായിട്ട് ക്രീമായിട്ട് അരഞ്ഞു കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ ആവും. നന്നായിട്ട് ക്രീമായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് ശരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഇത് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് പാലിൽ കുറച്ചുകൂടി ചേർക്കാം. ഞാൻ വളരെ കുറച്ച് നേരത്തെ ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത്. ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടി ചേർക്കാം. ഇപ്പോൾ ഏകദേശം 1/2 കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്നുകൂടി മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി ലൂസായ ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലൂസിന് വേണ്ടിയിട്ട് പാല് ചേർക്കാം. ഞാൻ ബാക്കി പാലും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പാല് മുഴുവനായിട്ടും ഞാൻ ചേർത്തു. എന്നിട്ടിത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് പാല് ചേർത്തപ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട്. ഭയങ്കര തിക്കാണ്. ഡ്രിങ്ക് കുറച്ച് ലൂസാണ് നല്ലത്. അപ്പോൾ ഞാൻ ആ പാലെടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് കോൾഡ് വാട്ടർ എടുത്തിട്ട് ഒഴിക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് കോൾഡ് വാട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടൊരു
ജ്യൂസിൻ്റെ പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഈ ജ്യൂസ് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് വേറൊരു ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് ഷെയ്ഡ് കൊടുത്ത് ഒഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർക്കുന്നുണ്ട്. ഞാനിത് കാഡ്ബറി ടേസ്റ്റുള്ള ഹോർലിക്സാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോംപ്ലാനോ അല്ലെങ്കിൽ ബൂസ്റ്റ് ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഷാർജ ഷേക്കിൻ്റെ ഒരു മോഡലിലുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് ഷാർജ ഷേക്കാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഹോർലിക്സ് ചേർത്ത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഷാർജ ഷേക്ക് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 സ്ട്രോബെറി ഫ്രഷ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് അടിച്ച് കൊടുക്കാം. ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ടേസ്റ്റിലുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് സ്ട്രോയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പേപ്പർ സ്ട്രോയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് ഇതുപോലെ ഗ്ലാസ്സിൽ സ്ട്രോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുടിക്കാൻ വളരെ താല്പര്യമായിരിക്കും. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ ചൂട് സമയത്ത് ബോഡി തണുപ്പിക്കാനും പിന്നെ വിശപ്പ് മാറാനും ഒക്കെ വളരെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.